friends, welcome to Biyas kitchen. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഇവിടെ റെഡിയാക്കിയിരിക്കുന്ന റെസിപ്പി കട്ട്ലറ്റ് ആണ്. ബീഫ് ഇല്ലാതെ എങ്ങനെയാണ് ബീഫിന്റെ അതേ ടേസ്റ്റിൽ ബീഫ് കട്ട്ലറ്റ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ബീഫിന് പകരമായിട്ട് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് സോയ ചങ്ക്സ് ആണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഇവിടെ 2 കപ്പ് സോയ ചങ്ക്സ് ആണ് എടുത്തിരിക്കുന്നത്. അരമണിക്കൂർ സോക്ക് ചെയ്തതിന് ശേഷം ഡ്രൈ ആക്കി എടുത്തതാണ്. ഇതിലെ വെള്ളമെല്ലാം നല്ലപോലെ പിഴിഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കണം. ഗ്രൈൻഡർ ഉപയോഗിച്ച് ഇതുപോലെ നമുക്ക് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. സോയ ചങ്ക്സ് ബീഫിൻ്റെ അതേ സ്ട്രക്ചറിൽ തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് പൊടിച്ചെടുക്കരുത്, ഇതേ സ്ട്രക്ചറിൽ തന്നെ വേണം റെഡിയാക്കി എടുക്കാനായിട്ട്. നമ്മത് കുക്ക് ചെയ്തതിന് ശേഷമാണ് പൊടിച്ചെടുക്കുന്നതെങ്കിൽ ഈ സ്ട്രക്ചറിൽ കിട്ടുകയില്ല. അതുകൊണ്ടാണ് സോക്ക് ചെയ്തതിന് ശേഷം ഗ്രൈൻഡ് ചെയ്തെടുത്തത്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കി എടുക്കാം. ഇതിലേക്കായിട്ട് 2 മീഡിയം സൈസ് പൊട്ടാറ്റോ ബോയിൽ ചെയ്തെടുത്തതാണ്. ഇത് നമുക്ക് നല്ലപോലെ മാഷ് ചെയ്തെടുക്കാം. പൊട്ടാറ്റോ നമുക്ക് മാഷർ ഉപയോഗിച്ച് നല്ലപോലെ മാഷ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഒരു സ്പൂൺ ഉപയോഗിച്ച് ഉടച്ചു കൊടുത്താലും മതി. പൊട്ടാറ്റോ ഞാൻ കുക്ക് ചെയ്തെടുത്തത് കുക്കറിലാണ്. കുക്കറിലാകുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. കട്ടകളൊന്നും ഇല്ലാതെ നല്ലപോലെ മാഷ് ചെയ്തെടുക്കാം. നമുക്കിനി കട്ട്ലറ്റിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലകൾ റെഡിയാക്കി എടുക്കണം. ഇതിനായിട്ടൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ചൂടായതിനു ശേഷം നമുക്ക് ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ ചൂടായതിനു ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. രണ്ട് പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജിഞ്ചർ ഗാർലിക് ടേസ്റ്റ് ചെയ്യുന്നത് ഇഷ്ടമല്ലാത്തവർക്ക് ഇത് പേസ്റ്റ് ആക്കിയും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ജസ്റ്റ് ക്രഷ് ചെയ്താണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് ബ്രൗൺ ആയി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഇതിലേക്കായിട്ട് 2 മീഡിയം സവാള ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് സവാള സോട്ടായി കിട്ടും. ഇപ്പോൾ സവാള നല്ലപോലെ വഴന്നു വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഗരം മസാല പൗഡർ 1/2 ടീസ്പൂൺ. ഇവയെല്ലാം ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യാം. പൊടികൾ ഇട്ടതിന് ശേഷം ഈ പച്ചമണം മാറിക്കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് സോയ ചങ്ക്സ് ചേർത്ത് കൊടുക്കാം. ഇനി നല്ലപോലെ നമുക്ക് സോയ ചങ്ക്സ് മസാലയും നല്ലപോലെ മിക്സ് ആക്കി എടുക്കാം. എരിവെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ അധികം എരിവ് ഉപയോഗിക്കാത്തതുകൊണ്ട് അല്പമാണ് ചേർത്ത് കൊടുക്കുന്നത്. മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമുക്കിതൊരു 10 മിനിറ്റ് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അഞ്ച് മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്നു നോക്കി ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ കുക്ക് ചെയ്തെടുക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട്. പാത്രത്തിനടിയിൽ പിടിച്ചു കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. അപ്പോൾ അത് ശ്രദ്ധിക്കണം. ടോട്ടൽ ഒരു 10 മിനിറ്റാണ് ഇത് ഞാൻ കുക്ക് ചെയ്തെടുക്കുന്നത്. അതൊരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തുറന്നു നോക്കി ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. നമുക്കൊന്നുകൂടെ മൂടി വെച്ച് 5 മിനിറ്റും കൂടി കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്നു നോക്കാം.
അപ്പോൾ ഏകദേശം കുക്കായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഇനി പൊട്ടാറ്റോ മാഷ് ചെയ്തത് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതിൽ ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കാം. ഇതിലേക്ക് പൊട്ടാറ്റോ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ചൂടാറിയതിന് ശേഷം കൈകൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ ടൈമിൽ നമുക്ക് ബീഫ് കിട്ടാത്ത ടൈമിലേക്ക് ഇത് വളരെ ഉപകരിക്കുന്ന ഒരു കാര്യമാണ്. ബീഫ് കട്ട്ലേറ്റിൻ്റെ അതേ ടേസ്റ്റിൽ തന്നെ നമുക്കിത് റെഡിയാക്കാൻ പറ്റും. ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഈ ഇളം ചൂടിൽ തന്നെ അല്പം മല്ലിയില ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സിങ് ചൂടാറിയതിന് ശേഷം ഇത് വേറൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കൈകൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മളുടെ ഇഷ്ടമനുസരിച്ച് പല ഷേപ്പിലും റെഡിയാക്കി എടുക്കാം. കട്ട്ലേറ്റിനെ ഡിപ്പ് ചെയ്തെടുക്കാനായിട്ട് എഗ് വൈറ്റ് ആവശ്യമുണ്ട്. അത് നമുക്ക് റെഡിയാക്കി എടുക്കാം. നമുക്ക് എഗ് വൈറ്റ് മാത്രമാണ് ആവശ്യമുള്ളത്. ഇനി നമുക്കിതൊരു സ്പൂൺ ഉപയോഗിച്ച് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കാം. ഇനി കട്ട്ലേറ്റ് കോട്ടിങ് കൊടുത്ത് റെഡിയാക്കാനായിട്ട് ഇതിലേക്ക് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കോൺ പൗഡർ, എഗ് വൈറ്റ്. ഇനി നമുക്കിത് റെഡിയാക്കി എടുക്കാം. നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണ് വേണ്ടതെങ്കിൽ അതനുസരിച്ച് നിങ്ങൾക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഓവൽ ഷേപ്പിലും റൗണ്ട് ഷേപ്പിലും ചെയ്യുന്നുണ്ട്. ഇനി ഇത് ആദ്യം നമ്മൾ കോൺ പൗഡറിലൊക്കെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം എഗ് വൈറ്റിൽ ഒന്ന് ഡിപ്പ് ചെയ്യാം. പിന്നെ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം. കോൺ പൗഡർ കോട്ടിങ് കൊടുക്കുന്നത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാനായിട്ടാണ്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് റൗണ്ട് ഷേപ്പിലും ചെയ്തെടുക്കാം. ഇതാ ഇവിടെ ഹാർട്ട് ഷേപ്പിൽ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തെടുത്തോളൂ. ഞാനിപ്പോൾ ഇത് 3 ഷേപ്പിലാണ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള മിക്സിങ് റെഡിയാക്കി എടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കുമ്പോൾ വലിപ്പത്തിൽ വ്യത്യാസം വരാതിരിക്കാൻ ഒരു കയ്യിൽ ഉപയോഗിച്ച് ഒരളവിൽ നമുക്ക് മിക്സിങ് എടുക്കാം. അപ്പോൾ എല്ലാം ഒരുപോലെ ഷേപ്പിൽ നമുക്ക് അളവിൽ കിട്ടും. പിന്നെ ഷേപ്പാക്കി എടുക്കുമ്പോൾ ആദ്യം നമ്മളിങ്ങനെ ഉരുട്ടുന്ന ടൈമിൽ നല്ലപോലെ ഉരുട്ടിയെടുക്കണം. അതിന് ശേഷം മാത്രമാണ് ഷേപ്പാക്കി എടുക്കേണ്ടത്. അല്ലെങ്കിൽ എണ്ണയിലേക്ക് ഇടുമ്പോൾ അത് പൊട്ടിപ്പോകും. ഇപ്പോൾ എല്ലാം കോട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. കട്ട്ലേറ്റ് റെഡിയാക്കി എടുക്കാനായിട്ട് പാൻ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇത്
എന്നിട്ട് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ 2 വശവും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിൽ നിന്ന് മാറ്റാം. ഇപ്പോൾ 2 വശവും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിൽ നിന്ന് മാറ്റാം.